ഇത് നീ ഇട്ട് കഴിഞ്ഞില്ല. ഇനി ഞാനല്ലേ ഇടേണ്ടത്? നീയല്ല ഞാനാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിന്റെ മഞ്ചാടി ഇവിടെ ഇട്ടപ്പോഴേ. എന്തിനാടി വഴക്കുണ്ടാക്കുന്നേ? അത് കല്യാണ പ്രായം ആയില്ലേ നിനക്കൊക്കെ? ഈ മഞ്ചാടിക്കുരു കൊണ്ട് കളിക്കാൻ പോലും അറിയില്ല. ഒന്ന് പോ മുത്തശ്ശി. കല്യാണം കഴിച്ചിട്ട് മഞ്ചാടിക്കുരും കളിച്ചോണ്ടിരിക്കുവാണ് ആൾക്കാര്. പിന്നെ വേറെ എന്ത് ചെയ്യണോന്നാ? നിക്ക് ഞാൻ കാണിച്ചു തരാം. ഈ മഞ്ചാടിക്കുരു ഇങ്ങനെ എടുത്ത് ഓരോന്നിലും ഇങ്ങനെ അയ്യം ചെയ്യണം. 2 ദിവസത്തേക്ക് ഞാൻ ഉണ്ടാവില്ല. എന്തെങ്കിലും കാര്യം ദിവാകരനോട് സംസാരിച്ചാൽ മതി. ശരി, MLA പോയി കണ്ടായിരുന്നു. അയാൾ ഏട്ടനോട് സംസാരിക്കണമെന്ന്. ഇന്ന് രാത്രി അയാൾ ട്രിവാൻഡ്രം പോകും. വേറെന്തെങ്കിലും പറഞ്ഞോ? അല്ല, എല്ലാ ഏട്ടനോട് കൈകാര്യം ചെയ്യാനാണ്. ഇറങ്ങടാ താഴെ. എല്ലാരും അറിയട്ടെ. ക്ഷമിക്കണം അങ്ങനെ, രക്ഷിക്കണം അങ്ങനെ. അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ അരിയിൽ മരുന്നടിച്ചത്. അങ്ങനെ എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറ. അങ്ങനെ അങ്ങനെ പറഞ്ഞത് കേട്ടില്ലേ? കുട്ടികൾക്ക് കൊടുക്കേണ്ട അരിയാണെന്ന് അറിയില്ലേ? എന്തിനാ അത് ചെയ്ത്? ഒരു തലമുറയാ നീ ഇല്ലാതാക്കാൻ നോക്കിയത്. മനുഷ്യനാണോ നീ? അവറ്റകളുടെ ശാപം കിട്ടിയ നിന്റെ കുടുംബം ഉണ്ടാവും. പറ. നീയും മുലപ്പാൽ കുടിച്ചവനല്ലേ? വിഷമല്ലോ കുടിച്ചത്. എന്താണ് വീട്ടിൽ കയറുന്ന അനാവശ്യം പറയുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അത് അതേപടിയൊക്കെ വിശ്വസിക്കുക. നാളെ നിന്നെ പറ്റിയാണ് അവർ പറയുന്നതെങ്കിലോ? മിണ്ടരുത്. നമുക്കുള്ളിലെ പ്രശ്നം നമ്മൾ തന്നെ തീർക്കണം, മറ്റുള്ളവരെ കൊല്ലുകയല്ല. നീ എന്താ ആഗ്രഹിക്കുന്നത്? അവരെന്നെ കുറ്റക്കാരനാക്കണം, അതല്ലേ? അതിന് നാട്ടിൽ ഒരുത്തനെങ്കിലും ജീവനോടെ ഇരിക്കണ്ടേ? എല്ലാവരെയും കൊന്നിട്ട് ശ്മശാനത്തിലെ നേതാവ് ചമയാനാ? എന്നെ ഇല്ലാതാക്കാൻ നീ വിചാരിച്ച പറ്റില്ല. വീണ്ടും ഞാൻ പറയാ, ഞാൻ ജയിക്കാൻ ജനിച്ചവൻ. എന്നെ എതിർക്കുന്നവന്റെ നാശത്തിനൊപ്പം ഞാൻ വളരും. എന്റെ ജാതകം അങ്ങനെ. ഇനി ഒരു തവണ എന്താ മോളെ, എല്ലാം ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചില്ലേ? ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഈ ദേവിയുടെ അടുത്ത് പ്രാർത്ഥിച്ച കല്യാണം ആകാത്തവർക്കൊക്കെ ഉടനെ കല്യാണം ആകും. ഞാൻ ഇത്ര നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് ഇതുവരെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. എടാ, ഇതൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. നിനക്കിതിൽ എന്താ കാര്യം? നിങ്ങൾ എല്ലാരും കൂടി എന്റെ വില കളയണത് കേട്ടാ. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ നടക്കൊണ്ട് എന്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. വേണമെങ്കിൽ ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. ഇടത്തോട്ട് തിരിഞ്ഞാ സൽമാൻ ഖാൻ, വലത്തോട്ട് തിരിഞ്ഞാ ഷാരൂഖ് ഖാൻ, മുമ്പോട്ട് നോക്കാം അംജദ് ഖാനാണോ? മിണ്ടാട്ടം മുട്ടിയോ? അത് തന്നെ. ആരാ അവിടെ? ഞങ്ങളുടെയൊക്കെ കാലത്ത് പെൺകുട്ടികൾക്കൊക്കെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞും ജനിച്ച് 2 വർഷം കഴിഞ്ഞിട്ടേ ഭർത്താവിന്റെ മുഖം കാണാൻ സമ്മതിക്കത്തുള്ളൂ. അപ്പൊ കുഞ്ഞെങ്ങനെ ഉണ്ടായത് മുത്തശ്ശി? എന്തൊരു ചോദ്യമാ നീ ചോദിക്കുന്നേ? കുരുത്തക്കേട് പറയുന്നു. പെൺപിള്ളാർക്ക് നാണമില്ലാണ്ടായ അവരവരുടെ ഇഷ്ടത്തിനൊത്ത് അഴിഞ്ഞാടി നടക്കാം. മീശയില്ലെന്നൊരു കുറവേ ഉള്ളൂ. അല്ല മുത്തശ്ശി, അവന്റെ നാടേതാ? എവന്റെ കാര്യമാ? അവൻ തന്നെ. അമ്പലത്തിൽ വെച്ച് കണ്ടില്ലേ, ചുവന്ന ഷോളിട്ട്. അവൻ എവിടുത്തുകാരനാ? അവനോ? എവിടുത്തുകാരനാണെന്നൊന്നും എനിക്കറിയില്ല. നല്ല സ്വഭാവമാ. എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവനാ. ഏത് നാട്ടുകാരനായാലെന്താ? അവന്റെ അച്ഛനും അമ്മയും അവൻ അറിഞ്ഞു തന്നെയാ ജനാന്ന് പേരിട്ടിരിക്കുന്നത്. ജനങ്ങള് മുഴുവൻ അവന്റെ പുറകെ തന്നെയാ. വാ വാ. എവിടെ ആയിരുന്നു ഇത്ര നേരം? അയ്യോ, ഊരി കളയല്ലേ. ഇതൊന്ന് ഉടുത്തിട്ട് അഴിച്ചുകള. നിന്റെ നാടാണെന്ന് വിചാരിച്ചോ?
നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ കുളിക്കുന്നത്? അയ്യോ അല്ല മുത്തശ്ശി, ഇതുപോലും ഉണ്ടാവില്ല. കൊള്ളാവല്ലോ, അതിനു മുമ്പ് അവൾ അഴിച്ചു കളഞ്ഞോ? അല്ല മക്കളെ, എവിടുന്ന് കിട്ടി ഈ തുണി കഷ്ണം? ഇതെല്ലാം ഞങ്ങള് ഡിസൈൻ ചെയ്യുന്നതാ, അതല്ലേ ഞങ്ങള് പഠിക്കുന്നത്. ഇത് തുന്നാനാണോ പഠിക്കുന്നത്? ഇത് കേട്ടാ എന്തോ വലിയ മഹാകാര്യം ചെയ്ത പോലെ പറയുന്നത്. ഇതിലൊക്കെ എന്തോ പഠിക്കാനിരിക്കുന്നു. നല്ലൊരു ഷർട്ട് എടുത്തിട്ട് അതിന്റെ കൈയും കാലും ഒക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞാ മതിയല്ലോ. ഇതിനൊക്കെ ഒരു പഠിത്തവും വലിയ ഡിഗ്രികളും. എന്താ മുത്തശ്ശി അത്ര നിസാരാക്കിയത്? ഇത് കാണാൻ കുറച്ച് ഓക്വേർഡ് ആണെങ്കിലും ഇടാൻ. അയ്യോ, നീ ഒന്നും വിശദീകരിക്കണ്ട. അതിന്റെ മുമ്പ് ഇരുന്ന് ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ. അയ്യോ മുത്തശ്ശി, ഇത് എന്ത് കംഫോർട്ടാന്നറിയോ? മുത്തശ്ശി, ഞാൻ വേണമെങ്കിൽ ഒരു നൈറ്റി തുന്നിത്തരാം, അതൊന്ന് ഇട്ട് നോക്ക്. പിന്നെ മുത്തശ്ശി ഒരിക്കലും സാരിയെ പറ്റി വിചാരിക്കേയില്ല. പെണ്ണിന്റെ ഒരു വർത്തമാനം കേട്ടില്ലേ? നൈറ്റിയാണ് പോലും, നൈറ്റി. എടീ, സാരി എന്ന് പറയുന്നതേ ശരീരം മറയ്ക്കുന്ന തുണി മാത്രമല്ല, നമ്മുടെ നാടിന്റെ സംസ്കാരമാ. ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിന്റെയൊക്കെ തലയിൽ ഇത് കേറില്ല. അല്ല മുത്തശ്ശി, അവൻ എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തെ? അവന്റെ കാര്യ ജന. എന്നോട് ചോദിച്ചാ ഞാനെന്തു പറയാന്? എന്തോ അവൻ കഴിച്ചില്ല. അവന്റെ ചേച്ചിയുടെ മോളെന്ന് വെച്ചാ അവന് ജീവനാ. എപ്പോ നോക്കിയാലും ആ കൊച്ചിന്റെ കൂടെ തന്നെയാ. ജോലിക്ക് പോയാ അവനും ആ പണിക്കാരിൽ ഒരാളാവും. എന്തെങ്കിലും പ്രശ്നം വന്നാ ന്യായത്തിന്റെ ഭാഗത്തെ അവൻ നിൽക്കും. ഇങ്ങനെ ജീവിക്കുന്നവർക്കൊക്കെ കുടുംബജീവിതം വളരെ കഷ്ടമായിരിക്കും. ഇതെല്ലാം അവനെക്കുറിച്ച് ഈ നാട്ടിലെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളാ. അല്ല മുത്തശ്ശി, എന്താ? അവനിനി ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കില്ലെന്നാണ് പറയുന്നത്. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഇതുവരെ കണ്ടുകെട്ടിയില്ലായിരിക്കും. എന്തൊക്കെയാ നീ പറയുന്നത്? എപ്പോ നോക്കിയാലും അവനെ പറ്റിയാണല്ലോ ചോദ്യങ്ങള്. ഇതിനപ്പുറം എനിക്ക് അവനെ പറ്റി ഒന്നും അറിയത്തില്ല. നീ നിന്റെ അച്ഛനോട് ചോദിക്കും. നിന്റെ അച്ഛനാ എപ്പോ നോക്കിയാലും അവനെ കുറിച്ച് ആലോചിച്ചോണ്ട് നടക്കുന്നത്. അവൻ നിനക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. അടി കിട്ടും നിനക്ക്. हेलो हेलो स्वामीनाथन जी, मैं रंजित बोल रहा हूँ। क्या हुआ? മുംബൈയിൽ നിന്ന് ഇപ്പൊ ഒരു ന്യൂസ് കിട്ടിയായിരുന്നു. അത് ജന അറിഞ്ഞ കുഴപ്പമാവും. इसलिए हमको What a man. Wow. നോക്കുന്നുണ്ട്. എന്താ എന്താ നോക്കുന്നത്? അല്ല, ചുമ്മാ സൈറ്റ് സീയിങ്. സൈറ്റ് സീയിങ് ടി വിയിൽ കാണുന്നതൊക്കെ ജീവിതത്തിൽ ചെയ്യാമെന്നത് വെച്ചേക്കില്ല. ഞാൻ ഒളിഞ്ഞു നോക്കുന്നത്, മറഞ്ഞു നിൽക്കുന്നത്, ഇതൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്താണെങ്കിലും നേർക്ക് നേരെ നിൽക്കണം, കേട്ടില്ലേ?
നേർക്ക് നേരെ നിക്കണം. അത് പിന്നെ എന്തായാലും പറഞ്ഞു നന്നായി. അത് പിന്നെ എന്ത് പിന്നെ? മനസ്സിലായില്ലേ? എല്ലാം മനസ്സിലായി കാണും. എന്നിട്ട് മനസ്സിലാവാത്ത പോലെ അഭിനയിക്കാം. എന്ത്? ഒന്നുമില്ല.